ഡോക്ടർ തോമസ് ഐസക്ക് UDFിൻ്റെ പാലക്കാട് സ്ഥാനാർത്ഥിയെ കോമാളി എന്ന നിലക്ക് വിശേഷിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ അങ്ങനെയുള്ള വാചകങ്ങൾ ഉപയോഗിക്കുന്നതിൽ മനുഷ്യന് സാമാന്യമായിട്ടുള്ളൊരു ബോധവും അതേപോലെ തന്നെ ഒരു ഔചിത്യവും വേണ്ടതല്ലേ. ആ ഒരു പ്രശ്നം ഇപ്പോൾ നമ്മുടെ സമൂഹം കാര്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിഷാരടി കോമാളി വേഷം മാത്രമാണ് കിട്ടുന്നത്. സിനിമയിൽ പല വേഷങ്ങൾ കിട്ടും. അതുകൊണ്ടൊക്കെ അവരെ കോമാളി എന്ന് വിളിക്കുന്നത് വളരെ വളരെ അസംബന്ധമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പിഷാരടിയുടെ രാഷ്ട്രീയമായ സാന്നിധ്യത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് പാലക്കാട് പോലെയുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരിടത്ത് തീവ്രമായ രാഷ്ട്രീയ സ്വഭാവമുള്ള ആളുകളാണ് വരേണ്ടതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് പകരം ഒരു വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു മണ്ഡലത്തിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാകാം. പക്ഷേ അയാളെ കോമാളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതുകൊണ്ട് ആരെങ്കിലും രാഷ്ട്രീയ വിജയം നേടുന്നുണ്ടോ? മുകേഷിൻ്റെ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കലാകാരനായിരുന്നു എന്നുള്ളതാണ്. ആ കുടുംബത്തിനും അങ്ങനെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. എന്നല്ലാതെ മുകേഷ് നമ്മുടെ കേരളത്തിലുള്ള രാഷ്ട്രീയത്തിൽ എന്ത് കോൺട്രിബ്യൂഷൻ നടത്തും? ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല എന്ന്. അതുതന്നെയാണ് രമേഷ് പിഷാരടിയും സ്ഥിതി. പക്ഷേ രമേഷ് പിഷാരടി പലപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുകയും അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുകയും അദ്ദേഹം കോൺഗ്രസ്സുകാരൻ എന്ന നിലയ്ക്ക് തന്നെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ഒരു മനുഷ്യൻ അയാളുടെ രാഷ്ട്രീയത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് കാണേണ്ടതാണ്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം, അയാളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ എന്നൊക്കെ പറയുന്നത് അത് ഒരു ഏകവാദത്തിൽ നിർത്തുന്ന ഒരു കാര്യമല്ല. ഒന്നല്ല ഒരു മനുഷ്യൻ പലതാണ് എന്നുള്ളത്. ചിലപ്പോൾ അയാൾ രാഷ്ട്രീയക്കാരനായിരിക്കും, ചിലപ്പോൾ സിനിമാക്കാരനായിരിക്കാം, ചിലപ്പോൾ അയാൾ സാമൂഹ്യ വിമർശകനായിരിക്കാം, ചിലപ്പോൾ കലാകാരനായിരിക്കാം, അച്ഛനായിരിക്കാം, അങ്ങനെ പലതുമാണ്. അപ്പോൾ ഒരാളെ എതിർക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് നമുക്ക് എതിർക്കാം. അദ്ദേഹം പാലക്കാട് മത്സരിക്കുന്ന കാര്യത്തിലുള്ള രാഷ്ട്രീയ ബലാബലത്തിൻ്റെ കാര്യത്തിലും വിമർശനം നടത്താം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയം അത് വെറും കോമാളിയാണ് എന്ന നിലക്ക് പറയുന്നത് ഒരുതരം ബോഡി ഷെയ്മിങ്ങിന് തുല്യമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അതൊരിക്കലും നമ്മുടെ ഈ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു തോമസ് ഐസക്ക് അതിൽ മാപ്പ് പറയുകയൊക്കെ ചെയ്തു, ഖേദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. അതത്രയും നല്ലത്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.